തുടർന്നുള്ള ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിച്ച് സഹായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസം നമുക്ക് അടച്ച് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ നല്ല വചനങ്ങൾക്കായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഇന്ന് പകൽ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇന്ന് പകൽ ഇടപെടണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കേൾക്കുന്ന വചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി ദൈവം തീർക്കട്ടെ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുന്നിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതിന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതിന്നും. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിനെ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിനെ കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി നടത്തിയ വഴികൾ നീ ഓർത്താൽ. വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിനെ കാറ്റടിച്ചിടട്ടെ. വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിനെ കാറ്റടിച്ചിടട്ടെ. ക്ഷീണിതനാകുമ്പോൾ പ്രത്യാശഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. ക്ഷീണിതനാകുമ്പോൾ പ്രത്യാശഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. കുശവന്റെ കയ്യാ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നെ. കുശവന്റെ കയ്യാ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നെ. ക്ഷീണിതനാകട്ടെ, കണ്ണു നിറയട്ടെ, നിൻ മഹത്വം ഞാൻ ദർശിക്കുവാൻ. ക്ഷീണിതനാകട്ടെ, കണ്ണു നിറയട്ടെ, നിൻ മഹത്വം ഞാൻ ദർശിക്കുവാൻ. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി
നടത്തിയ വഴികൾ നീ ഓർത്താൽ മൺമഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിൻ കാറ്റടിച്ചിടട്ടെ. വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിൻ കാറ്റടിച്ചിടട്ടെ. ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിലും എത്ര തന്നെ ഈശാനുകൂല കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നേരെ ആഞ്ഞടിച്ചാലും നമ്മുടെ പടകിൽ കർത്താവുണ്ടെങ്കിൽ, നമ്മോട് കൂടെ യേശു ഉണ്ടെങ്കിൽ, നാം ഒരിക്കലും തളർന്നു പോകത്തില്ല, നാം ഒരിക്കലും വീണു പോകത്തില്ല. ആ ശാശ്വത തുറമുഖത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായി വന്നത്രയും. ഞങ്ങളുടെ പ്രിയ കർത്താവേ, സ്വർഗീയ ദൈവമേ, ഈ നല്ല പകലിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അപ്പോൾ അവിടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ സഭ ദൈവസന്നിധിയെ തീരുമാനിച്ച പ്രാർത്ഥിച്ച ഈ ഉപവാസത്തിൻ്റെ ഈ 3-ാം ദിന പകൽ സെക്ഷനിൽ അവിടുത്തെ കർത്താവേ സന്നിധിയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേലൊന്ന് പകൽ പകരണമേ. പരിശുദ്ധാത്മാവങ്ങ് നിയന്ത്രിക്കണം. വചനത്തിന് വാതിലുകളെന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്കായി തുറക്കും. അവിടുത്തെ കരുതൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വമേറിയ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വായിച്ചു കേട്ടതായ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, അതുപോലെ തന്നെ മർക്കോസ് സുവിശേഷം 8:34 ഒരേ വാക്യം തന്നെയാണ് അവിടെ പറയുന്നത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിച്ചത് എന്തിനാണ്? ദൈവം നമ്മെ വിളിച്ചത് നാം കർത്താവിനെ അനുഗമിക്കുവാനാണ്. ഹല്ലേലൂയ. നാം കർത്താവിനെ അനുഗമിപ്പാനായി വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. പത്രോസ് ലേഖനം നമ്മളിങ്ങനെ വായിക്കുന്നു, നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ട നാം ദൈവത്തെ അനുഗമിക്കേണ്ടവരാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ നാം ദൈവവചനത്തിൽ കാണുന്നത്, നാം ദൈവത്തെ അനുഗമിക്കണമെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. ഒന്ന്, നാം കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ നമ്മളിവിടെ വായിച്ചു, നാം തന്നെത്താൻ നമ്മൾ ത്യജിക്കണം. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ്. നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം? ത്യജിക്കണം. 2, നമ്മുടെ ക്രൂശ് നമ്മൾ എടുക്കണം. തൻ്റെ ക്രൂശ് എടുക്കണം. ടേക്ക് അപ്പ് ഹിസ് ക്രോസ്. നമ്മുടെ ക്രൂശ് നമ്മൾ എടുക്കണം. 3, ഇങ്ങനെ നാം കർത്താവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. ഇന്ന് അനേകരെ കർത്താവ് വിളിച്ചിട്ടുണ്ട്. അനേകർ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി കർത്താവിൻ്റെ വിളി കേട്ടുകൊണ്ട്. പക്ഷെ പലപ്പോഴും പലർക്കും കർത്താവിൻ്റെ പിന്നാലെ അനുഗമിപ്പാൻ കഴിയാതെ സ്തോത്രം അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കർത്താവിനെ പലർക്കും അനുഗമിക്കാൻ കഴിയാത്തത്? ഇവിടെ നാം ദൈവവചനത്തിൽ നാം വായിക്കുന്നത്, പലർക്കും കർത്താവിനെ അനുഗമിപ്പാൻ കഴിയാത്തതിൻ്റെ കാരണം പലപ്പോഴും തന്നെത്താൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ത്യജിക്കാൻ കഴിയുന്നില്ല. പലതും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. പലതും ദൂരെ കളയാൻ കഴിയുന്നില്ല. പലതും സ്തോത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് കർത്താവിനെ അനുഗമിപ്പാനായിട്ട് എന്ത് ചെയ്യാണ്? പലരും കടന്നു വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിന്റെ ലേഖനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 1 പത്രോസ് 2:9 നമ്മളിങ്ങനെ വായിക്കുന്നു, ആമേൻ, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ അരുമ ശിഷ്യനായ പത്രോസിനെ കർത്താവ് വിളിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 5:10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശു ഗന്നസരത്ത് തടാകത്തിൻ്റെ അടുക്കൽ കടന്നു വന്ന് പത്രോസിനെ വിളിക്കുന്ന ഇങ്ങനെയാ, പത്രോസേ, നീ ഇനി സ്തോത്രം മീനിനെ പിടിക്കുന്നവനല്ല, പിന്നെ ഞാൻ നിന്നെ എന്താക്കി മാറ്റും? മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റും.
ആ സന്ദർഭം നമുക്കറിയാം. ആമേൻ, ഗെനസരത്ത് തടാകത്തിൽ യേശു കടന്നു വരികയാണ്. അവിടെ പത്രോസ് മീനിൻ്റെ മീൻ പിടിക്കുന്ന വല കഴുകിക്കൊണ്ടിരുന്നു. പത്രോസിൻ്റെ അനുഭവം അറിയാം. രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും ലഭിക്കാതെ വേദനയോടെ, ഭാരത്തോടെ, നിരാശയോടെ നിൽക്കുന്ന പത്രോസ്, ഈ പത്രോസിൻ്റെ പടകിൽ കർത്താവ് കയറാൻ ആഗ്രഹിച്ചിട്ട് പത്രോസിനോട് പറയാം, ഇതിനെ ഇച്ചിരി എന്ത് ചെയ്യണം, സ്വതം വെള്ളത്തിലേക്ക് ഇറക്കാൻ പറയുക. കർത്താവ് ആ പടകിൽ കയറിയിരുന്ന് തൻ്റെ അടുക്കൽ വന്ന ജനത്തോട് യേശു തിരുവായി മൊഴിഞ്ഞ് സംസാരിക്കുകയാണ്. ഇതെല്ലാം പത്രോസ് വല കഴുകുന്നതോടൊപ്പം കർത്താവിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ ശബ്ദം പത്രോസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ദൈവശബ്ദം കേൾക്കുന്ന പത്രോസിന് എന്തോ ഹൃദയത്തിൽ ചില രൂപാന്തരങ്ങൾ, ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായി പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. യേശു ജനത്തോട് സുവിശേഷമെല്ലാം പറഞ്ഞ് സ്വർഗത്തിലെ അമേശോദ്രം മർമ്മങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷമായി തിരിഞ്ഞ് പത്രോസിനെ നോക്കിയിട്ട് പത്രോസിനോട് പറയുക, പത്രോസേ, ശിമോനെ, മീൻപിടുത്തത്തിനായി ആഴത്തിലേക്ക് എന്ത് ചെയ്യുക, വലയിറക്കാൻ പറയുകയാണ്. സ്തോത്രം. അപ്പോൾ പത്രോസിന് മറുപടി കർത്താവിനോട് പറയാനുള്ളത്, കർത്താവേ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും എന്ത് ചെയ്തു, അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ഉപവാസത്തിൻ്റെ 3-ാം ദിനം പകലിലായിരിക്കും ദൈവമക്കളെ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ സംസാരിക്കുകയാണ്. നമ്മൾ പലതും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും കരത്തിലൊന്നും നിൽക്കാത്ത അനുഭവം, ജീവിതത്തിലെ ശൂന്യമായ അനുഭവങ്ങൾ, സ്വത്രം എത്ര കഷ്ടപ്പെട്ടിട്ടും അതിനൊരു പ്രതിഫലം, അതിനൊരു നന്മ ലഭിക്കാത്ത പല അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നില്ലേ? എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ശക്തമായി ഇടപെടുന്നൊരു ആലോചനയുണ്ട്. നീ ദൈവ ശബ്ദം കേൾപ്പാൻ തയ്യാറാണെങ്കിൽ, ദൈവ ആലോചനയ്ക്ക് മുമ്പിൽ നിന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, പത്രോസിന്റെ പടകിനെ നിറച്ച ഒരു കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതമാകുന്ന പടകിൽ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ ശൂന്യത, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ ആവശ്യഘട്ടങ്ങൾ, അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലത്രേ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ആ ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്, ആ ദൈവം എന്നോട് എന്താണ് ഇടപെടുന്നത്, അതൊന്ന് അനുസരിക്കുവാൻ, ആ ദൈവ ശബ്ദത്തിനായി ഒന്ന് കാതുകൊടുപ്പാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ശൂന്യമായിരുന്ന പടകിനെ, പത്രോസിന്റെ ജീവിതത്തെ, പത്രോസിന്റെ ഹൃദയത്തെ അറിഞ്ഞൊരു ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവം നമ്മുടെ വേദനകളെ അറിയുന്നവനാ, നമ്മുടെ ഭാരങ്ങളെ അറിയുന്നവനാ. ഒരു മനുഷ്യൻ അറിയുന്നതിലുപരിയായി മറ്റൊരുവൻ നമ്മെ അറിയുന്നതിലുപരിയായി, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ അറിയുന്നതിലുപരിയായി നമ്മെ അറിയുന്നൊരു സ്വർഗമുണ്ട്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളടിച്ച് ചില നിമിഷങ്ങൾ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യെസ്, ഹല്ലേലൂയ. മറ്റാരും നമ്മെ അറിയുന്നതിനുപരിയായി എന്നെ അറിയുന്ന, നമ്മെ അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ഈ ഉപവാസം വെറുതെയല്ല, ഈ പ്രാർത്ഥന വെറുതെയല്ല. നീ വില കൊടുത്ത് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് അത് വെറുതെയല്ല. നിന്റെ ജീവിതത്തിൽ ഒരു നിറവിന്റെ അനുഭവത്തിൽ, യെസ്, നിന്റെ ശൂന്യതകളെ മാറ്റി, നിന്റെ പരാജയങ്ങളെ മാറ്റി, നിന്റെ വേദനകളെ മാറ്റി, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു പകൽ എത്രയോ ഇന്നത്തെ പകൽ. ഓ ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഈ വചനം ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ആ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ ഉപവാസത്തിന്റെ 3-ാം ദിന പകലിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ശൂന്യമായ പടകുമായി, അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാതെ, വേദനയോടെ, ഭാരത്തോടെ, ഞാൻ ആരോട് എൻ്റെ ഈ വേദന പറയും, ഞാൻ ആരോട് എൻ്റെ ആവശ്യം പറയുമെന്നോർത്ത് നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുന്ന പത്രോസിൻ്റെ ജീവിതത്തിൽ യേശു അവൻ്റെ അടുക്കൽ വന്നിട്ട് പത്രോസിനോട് പറയുക, പത്രോസേ, മോനെ, ശിമോനെ, നീ ആഴത്തിലേക്ക് മീൻപിടുത്തത്തിനായി വലയിറക്കുക. ഈ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ പത്രോസിന് ചിലത് കർത്താവിനോട് പറയാനുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുമ്പോൾ, ദൈവം നമ്മോട് ഹൃദയമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്കും കർത്താവിനോട് ചിലത് സംസാരിപ്പാനുണ്ട്. കർത്താവിനോട് നമുക്കും പലതും പറയാനുണ്ട്. കർത്താവെ, ഞാൻ ഉപവസിച്ചപ്പാ, ഞാൻ നാളുകൾ ഉപവസിച്ചു, ഞാൻ 7 ഉപവസിച്ചു, 5 ഉപവസിച്ചു കർത്താവ്, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഉപവസിക്കുകയാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചു കർത്താവെ, രാത്രിയാമങ്ങൾ ഞാൻ എഴുന്നേറ്റിരുന്ന് കരഞ്ഞു. എന്നിട്ടും എന്തപ്പാ എൻ്റെ ജീവിതത്തിൽ ഈ വേദന, എന്തപ്പാ എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾ മാറാത്തത്, എൻ്റെ ശൂന്യത എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറുന്നില്ല, എൻ്റെ കണ്ണുനീർ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറുന്നില്ല? പല
പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന പല അനുഭവങ്ങൾ, പലപ്പോഴും ദൈവത്തോട് അമേശ്വത്രം കരയുന്ന പല അനുഭവങ്ങൾ, രാത്രിയാമങ്ങൾ എഴുന്നേറ്റ് നിലവിളിക്കുന്ന അനുഭവങ്ങൾ, ആരെനിക്ക് വേണ്ടി സഹായിക്കുക, ആരെൻ്റെ ജീവിതത്തിൽ പ്രശ്നത്തിന് പരിഹാരം തരുക, എൻ്റെ ഈ വേദന എന്ന് മാറുക, എൻ്റെ ഈ കഷ്ടത എന്ന് മാറുക, എൻ്റെ ഈ നിന്ന എന്ന് മാറുമെന്നോർത്ത് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് പകൽ ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളോട് ദൂത് പറയട്ടെ. അവൻ ദൈവത്തിന് ആത്മാവ് പറയുക, അവൻ സ്വന്തം ഇന്ന് പകലെ ഈ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ നാളുകളായി പ്രാർത്ഥിച്ച, അവൻ ഇന്നലകളിൽ കരഞ്ഞ, നീ നാളുകളായി ഭാരപ്പെട്ട ചില വിഷയത്തിന്റെ മധ്യത്തിൽ ഇന്ന് പകൽ ഒരു അത്ഭുത നിന്റെ ജീവിതത്തിൽ നീ കാണാൻ പോകുകയാ. കർത്താവ് മാർത്തയോട് പറഞ്ഞത് എങ്ങനെയാ? നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണ്, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണ്. ഇന്ന് പകൽ നിന്റെ കണ്ണുനീരിന് അവനൊരു പ്രതിഫലമുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്, നിന്റെ ഉപവാസത്തിന് ഒരു മറുപടിയുണ്ട്. അവൻ ഈ ഉപവാസം സഭയിൽ ക്രമീകരിച്ചത് അതൊരു അമേശ്വത്വം വെറുതെ ഒരു പ്രകസനത്തിനായില്ല. അവൻ ദൈവജനത്തിന് വിടുതലിന്, സഭയ്ക്കൊരു വിടുതലിന്, ദേശത്തിനൊരു വിടുതലിന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ ഉപവാസത്തിന്റെ 3-ാം ദിന പകലിൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അവൻ നമ്മോട് ഇടപെടുന്ന ഒരു ആലോചന ഇങ്ങനെയാ. അവൻ ഞാൻ പ്രവർത്തിക്കാൻ പോകുകയാ, ആർ തടുക്കുമെന്ന് സർവശക്തനായി ദൈവം ഇന്ന് പകൽ നമ്മോട് ഇടപെടുകയാ. ഓ റീബാല ശബ്ദരഗമനാഭന ദുരഗബല ഭൗഡബ റിഗാലബ ശബ്ദരഗമന. നാളുകളായി നീ പ്രാർത്ഥിച്ച, നാളുകളായി നീ കരഞ്ഞ്, നാളുകളായി നീ വിളിച്ച നിന്റെ വിഷയത്തിനമേ, നിന്റെ വിഷയത്തിനമേ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഒരത്ഭുതം, യേശു ഒരു മിറക്കിൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുകയാ. പത്രോസിന്റെ ജീവിതത്തിൽ കാണാത്ത, ഇതുവരെ നീ അനുഭവിക്കാത്ത ഒരു പെരുത്തൊരു മീൻകൊട്ട് നിന്റെ പടകിനകത്ത്, നിന്റെ വലയ്ക്കകത്ത് കർത്താവ് നിറയ്ക്കുകയാ. യേശു പത്രോസ് വലിയൊരു മീൻപിടുത്തക്കാരനാ, പക്ഷെ ഇതുവരെ പത്രോസ് ഇങ്ങനെ ഒരു പെരുത്തൊരു മീൻകൊട്ടം കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു നിറവിന്റെ അനുഭവത്തിൽ പത്രോസ് എത്തിയിട്ടില്ല. അവൻ നാളുകളായി അധ്വാനിക്കുന്നവനാ, കടലിനെ കുറിച്ച് എല്ലാം അറിയുന്നവനാ. പക്ഷെ പത്രോസേ, അവൻ നിന്നോടുകൂടെ ഇരിക്കുന്നവൻ, സകലത്തിന്റെയും അധികാരിയ, സകലത്തിന്റെയും നാഥനാ, നിന്റെ സൃഷ്ടികർത്താവാ. നിന്റെ ഭാരങ്ങളെ അറിയുന്ന, നിന്റെ വേദനകളെ അറിയുന്ന അമേശ്വത്രം, നിന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അമേശ്വത്രം ഹാലേലൂയ മനുഷ്യൻ മുഖം കാണുമ്പോൾ ഹൃദയത്തെ അറിയുന്ന ഒരു കർത്താവ് അമേശ്വത്രം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് കർത്താവിനോട് പറയുന്നൊരു വാക്കിങ്ങനെയാ, കർത്താവേ നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ ഭാരപ്പെട്ടു, ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, പക്ഷേ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെയും ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല, ഇതുവരെയും എൻ്റെ വിഷയത്തിനൊരു വിടുതൽ കിട്ടിയിട്ടില്ല, ഇതുവരെയും എൻ്റെ തലമുറയ്ക്കൊരു നന്മയുണ്ടായിട്ടില്ല, ഇതുവരെയും എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു നന്മയുണ്ടായിട്ടില്ല. നീ ആമേശ്വത്രം ഇങ്ങനെ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ആമേശ്വത്രം അതെല്ലാം ഒന്ന് മാറ്റിവെക്കുക. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നത് എന്താ, അത് നീ ഒന്ന് ശ്രവിക്കുക. പത്രോസിനോട് പറയുക, ശിമോനെ ആഴത്തിലേക്ക് നീ ഒന്ന് വലയിറക്ക്. ശിമോൻ പറയുക, എങ്കിലും നാഥ, അവൻ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്ക. ഇന്ന് പകൽ എത്ര പേർ ആ ദൈവ ശബ്ദത്തിന് കാതു കൊടുക്കുക, ആ ദൈവ ശബ്ദം കേൾപ്പാൻ തയ്യാറാകുക. ആ ദൈവ ശബ്ദം കേൾക്കുക മാത്രമല്ല, അതനുസരിപ്പാൻ നീ തയ്യാറാണെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഇന്ന് പകൽ കാണാൻ കഴിയുക. നീ ദൈവ ശബ്ദം കേട്ട് അത് അനുസരിപ്പാൻ തയ്യാറാണെങ്കിൽ, എവിടെ ദൈവ ശബ്ദം കേട്ട് അനുസരിപ്പാൻ അവൻ ദൈവത്തിന് തയ്യാറാകുമോ അവിടെ ഒരു ദൈവ പ്രവർത്തിയുണ്ട്. ചെങ്കടലിന്റെ മുമ്പിൽ 600,000 ഇസ്രായേൽ ജനവും മോശയും നിൽക്കുകയാ. മോശയ്ക്കെതിരായി ജനം സംസാരിപ്പാനും പിറുപിറുപ്പാനും തുടങ്ങി. പുറകിൽ ശത്രു സൈന്യമുണ്ട്. ഈ ചെങ്കടൽ കറക്കണമെങ്കിൽ അതിന് സാധ്യമല്ല. എല്ലാം പ്രതികൂലമായി നിൽക്കുകയാ, എല്ലാം പ്രശ്നമായി നിൽക്കുകയാ. ജനമല്ലാതെ മോശയെ ഞെരുക്കുകയാ. മോശ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നെടുവീർപ്പെട്ടു, യഹോവേ, അങ്ങാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, അങ്ങാണ് അടിമത്തത്തിൽ നിന്നും മിസ്രയീമിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവന്നത്. എന്താണ് അപ്പം ചെയ്യേണ്ടത്? ദൈവം ഒരേ ഒരു വാക്ക് പറഞ്ഞു, മോശേ, നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നേ? നിന്റെ കയ്യിലെന്താ? നിന്റെ കയ്യിലെന്താ? മോശ പറയ, കർത്താവേ, ഒരു വടിയാ. ദൈവം പറയുകയാണ്, നീ അവിടെയൊന്ന് ചെങ്കടൽ നേരെ നീട്ട, ചെങ്കടൽ നേരെ നീട്ട.
നിനക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരിക്കുക, ആമേൻ, നിനക്ക് മറ്റൊന്നും ചെയ്യാൻ ശക്തിയില്ലായിരിക്കുക. എന്നാൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുക. ആ വിശ്വാസത്തിൻ്റെ വടിയൊന്ന് നീട്ട്, ആ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാകുന്ന വടിയൊന്ന് നീട്ട്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കുന്ന ആമേൻ ആ ചെങ്കടൽ പോലുള്ള പ്രതികൂലങ്ങൾ ആമേൻ നിന്റെ മുമ്പിൽ വഴിമാറ്, നിന്റെ മുമ്പിൽ വഴിമാറ്, നിന്റെ മുമ്പിൽ വഴിമാറ്. നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി, നിന്റെ വിടുതലുകൾക്ക് തടസ്സമായി, നിന്റെ നന്മകൾക്ക് തടസ്സമായി ആമേൻ ഹല്ലേലൂയ വെല്ലുവിളിക്കുന്ന ചില ചെങ്കടൽ പോലുള്ള അനുഭവങ്ങൾ ആമേൻ നീ വിശ്വാസത്തോടെ ആമേൻ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഒന്ന് മുഴങ്കാൽ മടക്കി ആ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് ആമേൻ ഹല്ലേലൂയ വിശ്വാസത്തോടെ ഒന്ന് നോക്കിയാൽ ആമേൻ നിശ്ചയമായിട്ട് ആ ചെങ്കടലെ പിളർക്കുവാൻ അതിന്റെ മധ്യത്തിൽ നിനക്കൊരു വഴി തുറപ്പാൻ എൻ്റെ ദൈവം ശക്തനത്രേ, എൻ്റെ ദൈവം ശക്തനത്രേ. ആമേൻ സ്തോത്രം. പത്രോസ് പറഞ്ഞതുപോലെ നാഥ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. മോശ ദൈവത്തിന്റെ വാക്കനുസരിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നെങ്കിൽ പത്രോസ് ദൈവത്തിന്റെ വാക്കനുസരിച്ച് പടകിറക്കിയെങ്കിൽ ആമേൻ സ്തോത്രം ഒരു അത്ഭുതം കണ്ടിട്ട് ദൈവം അടക്കത്തുള്ളൂ, ഒരു വിടുതൽ കണ്ടിട്ട് അവൻ ജീവിതത്തിൽ ദൈവം പുറത്തു കൊണ്ടുവരത്തുള്ളൂ. അവൻ നീ എത്ര വലിയ പ്രശ്നത്തിന്റെ മധ്യത്തിൽ അകപ്പെട്ടാൽ, നീ എത്ര വലിയ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നാൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ മൂന്നാം ദിന പകല് നിന്റെ മധ്യത്തിലുണ്ട്. അവൻ ദൈവത്തെ ഒന്ന് ആരാധിച്ചോ, കരങ്ങളടിച്ച് ഇന്ന് പകൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. യെസ് യെസ് യെസ്, ആ ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ അവൻ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ചില ചെങ്കടൽ പോലെ അനുഭവങ്ങൾ ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ കീഴ്പ്പെടുത്തുമെന്ന് അവൻ നിന്റെ പിന്നാലെ തിരിച്ചിരിക്കുന്ന ചില ഫറവോന്യ ശക്തികൾ, ചില ഫറവോന്യ ശക്തികൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് അതിനെ അമേശ്വത്രം ഹല്ലേലൂയ ചെങ്കടൽ മുക്കുന്ന പകല്, അതിനെ ചെങ്കടൽ മുക്കുന്ന പകല്, അതിനെ ചെങ്കടൽ മുക്കുന്ന പകല് ചില ഫറവോന്യ ശക്തികളുടെ സഭയ്ക്കെതിരായി അവൻ ഉയർന്നു നിൽക്കുന്ന, ദേശത്ത് വാദിക്കുന്ന, അവൻ ആരാധിക്കാൻ വിടത്തില്ലെന്ന് ജനത്തെ അമേശ്വതം ബന്ധിക്കുന്ന ചില ഫറവോന്യ ശക്തികളെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് അവൻ ഒരു ജയത്തെ അവൻ സഭയ്ക്ക് ദൈവം അയക്കുകയാ. ഓ റീബാല ശബ്ദരഗമന ആരാധിപ്പാൻ ആഗ്രഹമുണ്ടായിട്ട് സഭയ്ക്കകത്ത് ജനത്തെ കൊണ്ടുവരാതെ, സഭയ്ക്കകത്ത് ജനത്തെ കയറ്റാതെ അമേശ്വത്രം പിന്നോട്ട് വലിക്കുന്ന ചില ഫറവോന്യ ശക്തികളെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് സ്വർഗമിറങ്ങി പ്രവർത്തിക്കുന്ന പകലാ. ഞാൻ എൻ്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. സഭയെ തകർക്കാൻ, സഭയെ മുടിച്ചു കളയാൻ ഒരു ദുഷ്ടശക്തിക്ക് കർത്താവ് അനുവാദം കൊടുക്കത്തില്ല. സഭനാഥന്റെയോ, സഭ ക്രിസ്തുവിന്റെയോ, സഭ ദൈവത്തിന്റെ. പത്രോസേ, അവൻ നീ എങ്കിലും ആ കർത്താവിന്റെ വാക്ക് നീ അനുസരിപ്പാൻ തയ്യാറായില്ലേ? അമേശ്വത്രം കർത്താവ് നിൻ്റെ ജീവിതത്തിൽ വലിയ പ്രവൃത്തി ചെയ്യാൻ പോകുകയാണ്. പടക് ഇറക്കി, വല വീശി, വലയിൽ പെരുത്തൊരു മീൻകൂട്ടം, വലയിൽ പെരുത്തൊരു മീൻകൂട്ടം. പത്രോസിന് അമേശ്വത്രം ഒറ്റയ്ക്ക് ഇത് വലിച്ചു കയറ്റാൻ കഴിയുന്നില്ല. പത്രോസിൻ്റെ പടക് നിറഞ്ഞു, വലിയ ഇനിയും മീനുകൾ ശേഷിക്കുകയാണ്. അമേശ്വത്രം ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഈ സഭയ്ക്കകത്ത് ചില മീനുകളെ അമേശ്വത്രം ദൈവത്തിൻ്റെ ആത്മാവ് കയറ്റുകയാണ്. അമേ ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്ത് നാം ചിന്തിക്കാത്ത, നാം നനയ്ക്കാത്ത അമേശ്വത്രം ചില മീനുകളെ പത്രോസിൻ്റെ വലയ്ക്കകത്ത് ദൈവം ചില പെരുത്ത മീനുകളെ കയറ്റിയെങ്കിൽ ഇതിനകത്ത് നാം പ്രതീക്ഷിക്കാത്ത ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അമേശ്വത്രം ചില വ്യക്തി ജീവിതങ്ങളെ, ചില കുടുംബങ്ങളെ ഇതിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന് കഴിയാത്തൊരു കാര്യമില്ല, ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. നീ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ, നീ കർത്താവിനെ സ്തുതിച്ചാൽ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, അവൻ പത്രോസിനെ പോലെ അമേശ്വത്രം കർത്താവേ അങ്ങയുടെ വാക്കിന് ഞാൻ ഫലയിറക്കാമെന്ന് അവൻ നീ പറയാൻ തയ്യാറായാൽ, നീ അനുസരിപ്പാൻ തയ്യാറായാൽ. പത്രോസ് ഇത് കണ്ടപ്പോൾ വല്ലാത്ത ഭ്രമം പിടിച്ചു. പത്രോസ് പറയുകയാണ്, നാഥ സ്തോത്രം ഹല്ലേലൂയ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണം. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. അമേശ്വത്രം പത്രോസിനോട്, പത്രോസേ, നീ ഇനി മീൻ പിടിക്കുന്നവനല്ല, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. അവിടെ നമ്മൾ വായിക്കുന്നു ലൂക്കോസ് 5:10-11, അവൻ സകലവും പടകുകളെ കരയ്ക്കടുപ്പിച്ച് സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു, യേശുവിനെ
അനുഗമിച്ചു. നമ്മുടെ വിഷയം എന്താ? കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാ. ആമേൻ. പത്രോസ് പടക് അവൻ കരയ്ക്കടുപ്പിച്ച് സകലവും വിട്ട് അവൻ്റെ പടക്, അവൻ്റെ വല, അവൻ സ്വത്രം അവിടെ ഉപയോഗിക്കുന്ന സകലതയെയും അവൻ ഉപേക്ഷിച്ചിട്ട് അവൻ സ്വത്രം മാറ്റി വെച്ചിട്ട് സ്വത്രം അവൻ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. നീ യേശുവിനെ അനുഗമിപ്പാൻ തയ്യാറാണെങ്കിൽ, അവൻ യേശുവിനെ അനുഗമിപ്പാൻ വിളിക്കപ്പെട്ടൊരു ദൈവവൈതലെങ്കിൽ നീ സകലവും വിടണം. കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ, യേശുവിനെ അനുഗമിക്കണമെങ്കിൽ നീ സകലവും വിട്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പലരും ചിലതൊക്കെ ഇനിയും വിടാനുണ്ട്. ആമേശോദം. ഹല്ലേലൂയ. ചിലതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇപ്പോഴും പിടിച്ചു വച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥമായി ആമേശോദം വാസ്തവമായി നീ വിടേണ്ടത് വിട്ടെങ്കിലേ കർത്താവിനെ വാസ്തവമായി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനുഗമിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ, യേശു ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ആ കർത്താവിനെ ആരാധിക്കണമെങ്കിൽ, ആ യേശുവിനെ സ്തുതിക്കണമെങ്കിൽ, ഒരു ദൈവത്തിൻ്റെ പൈതലായി നീ ആമേശോദം മുന്നോട്ട് പോകണമെങ്കിൽ ആമേശോദം വിടേണ്ടത് വിട്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതം നമുക്കറിയാം. നമ്മുടെ ജീവിതം കർത്താവിനറിയാം. അമിശോദം എവിടെയൊക്കെയോ ചില കുരുക്കുകളിൽ കുരുങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ, എവിടെയൊക്കെയോ ചില കുരുക്കിൽ ശത്രു ബന്ധിച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ അമിശോദം. ഹല്ലേലൂയ. എന്നാൽ ചില കെണികളെ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽ പൊട്ടിച്ച്, വചനം പറയുന്ന പോലെ കെണികളെ ദൈവത്തിൻ്റെ ആത്മാവ് പൊട്ടിച്ച് നിനക്ക് വിരോധമായി എഴുതിയ ചില രേഖകളെ ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റി കളഞ്ഞ് അമിശോദം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പകല ഇന്ന് പകല് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ഉപവാസ അമേശോദം ചില കെണികളെ പൊട്ടിക്കുന്ന, ചില കുരുക്കുകളെ പൊട്ടിച്ച് യെസ്, ദൈവത്തിന് ആത്മാവ് ആരോടൊക്കെ സംസാരിക്കുകയാ. അവൻ ചിലത് വിടേണ്ടത് അവൻ വിടാൻ കഴിയാതെ കുരുക്കിയിടപ്പെട്ട ചില അനുഭവങ്ങൾ, അമേശോദം നിന്നെ കുരുക്കിയിടപ്പെട്ട ചില അനുഭവങ്ങൾ ദൈവത്തിന് ആത്മാവ് ഇന്ന് പകൽ ദർശിക്കുകയാ. അവൻ ആ കുരുക്കുകളെ ദൈവത്തിന് ആത്മാവ് ഇന്ന് പകൽ അഴിക്കുകയാ. അവൻ നിന്റെ മേൽ വെച്ചിരിക്കുന്ന ചില നുഖങ്ങളെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ഒടിച്ചു കളയുന്ന പകല ഞാൻ അവരുടെ മേൽ വെച്ചിരിക്കുന്ന ആ നുഖങ്ങളെ ഇന്ന് പകൽ ഒടിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ആലോചന പറയുകയാ. നിന്റെ മേൽ വെച്ചിരിക്കുന്ന, നിനക്കൊന്ന് നിവർന്നു നിൽക്കാൻ കഴിയാതെ, ഒന്ന് ആരാധിപ്പാൻ കഴിയാതെ, ഒന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയാതെ, ഒന്ന് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയാതെ നിന്റെ അമേശോദം ജീവിതത്തിനകത്ത് ചില നുഖങ്ങൾ വെച്ച്, ചില ഭാരങ്ങൾ വെച്ച് ഹല്ലേലൂയ നിന്നെ വല്ലാതെ അമേശോദം ഹല്ലേലൂയ ഭാരപ്പെടുത്തുന്ന ചില നുഖങ്ങളെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വചനം പറയുന്ന അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ നുഖം തകർന്നു പോകും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചില നുഖങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഒടിക്കുന്ന പകല. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു ആത്മീക സ്വാതന്ത്ര്യത്തിലേക്ക് സഭയെ ദൈവം കൊണ്ടുവരുന്ന പകല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിപ്പാൻ നമ്മെ തന്നെ ത്യജിക്കണം. ഹല്ലേലൂയ. നമുക്കൊത്തിരി ഡിസയേഴ്സ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. നമുക്കൊത്തിരി അമേശോത്രം ഹല്ലേലൂയ സ്വപ്നങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളിലുപരിയായി, നമ്മുടെ ഇഷ്ടങ്ങളിലുപരിയായി നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത് ആ ദൈവത്തിൻ്റെ ഹിതമാണ്, ആ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവമക്കളാകും നമ്മുടെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഒരു സഭയിൽ പറയാറുണ്ട്, ശ്രോത്രം, നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, സാധിക്കാറില്ല. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം എന്ത് ചെയ്യാറുണ്ട്, നിറവേറ്റാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം എന്താ എന്നെക്കുറിച്ച്, എൻ്റെ ഭവനത്തെക്കുറിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച്, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച് കർത്താവിൻ്റെ ഹിതം എന്താ? ഇന്ന് പകൽ ദൈവജനം, ദൈവസഭ അതൊന്ന് തിരിച്ചറിയണം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? അപ്പോൾ ദൈവ ഇഷ്ടം ഇന്ന് പകൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ദൈവ ഇഷ്ടം തിരിച്ചറിയുന്നവൻ ആരാ? അവനെ പേരാണ് ആത്മീകൻ. ഹലോ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്നവൻ ആരാ? അവനെക്കുറിച്ച് ദൈവവചനം പറയുന്നു, അവനാണ് ആത്മീകൻ. ഹല്ലേലൂയ. ആത്മീകൻ്റെ സ്വഭാവം എന്താ? ആത്മീകൻ്റെ കാഴ്ചപ്പാടെന്താ? ആത്മീകൻ്റെ ലക്ഷ്യമെന്താ? സ്തോത്രം.
ആത്മീകൻ്റെ സ്വഭാവം അവൻ്റെ ജീവിതത്തിൽ അവൻ അനുസരിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് അവൻ നടക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, അനുസരിക്കത്തില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഹല്ലേലൂയ. അപ്പോൾ ആത്മീകൻ ആത്മാവിനെ അനുസരിച്ച് നടക്കും. അവൻ്റെ ചിന്ത മുഴുവൻ എപ്പോഴും എന്തായിരിക്കും, ആത്മീയ കാര്യങ്ങളിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആരാണ് ആത്മീകൻ? ഒന്ന് വായിച്ചേ. സകലത്തെയും വിവേചിക്കുന്നു. ആത്മീകൻ ആരാണ്? അവൻ സകലത്തെയും വിവേചിക്കുന്നവനാണ്. മതി മതി. ഹല്ലേലൂയ. 16 നമ്മൾ വായിക്കുന്നു. ഇനി മറ്റൊരു പ്രത്യേകതയാണ്, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കർത്താവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ആരായ ആത്മീകൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആരായി മാറണം? ആത്മീകരായി നമ്മൾ മാറണം. ഇത് കൊരിന്തിയ സഭയ്ക്ക് ലേഖനം വിടുന്ന പൗലോസ് പറഞ്ഞതാ. കൊരിന്തിയ സഭയ്ക്കകത്ത് 3 കൂട്ടരുണ്ടായിരുന്നു. 3 കൂട്ടർ. സഭയ്ക്കകത്തുള്ള കാര്യം പറയുന്നത്, പുറത്തുള്ള കാര്യമല്ല. സഭയ്ക്കകത്ത് എത്ര കൂട്ടരുണ്ടായിരുന്നു? 3 കൂട്ടരുണ്ടായിരുന്നു. ആണും പെണ്ണും അങ്ങനെയല്ല. സഭയ്ക്കകത്ത് 3 കൂട്ടരുണ്ടായിരുന്നു. ആത്മീകരുണ്ടായിരുന്നു, ജഡീകന്മാരുണ്ടായിരുന്നു, പ്രാകൃതന്മാരുണ്ടായിരുന്നു. ഹലോ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവിടെയുള്ള ജനമെല്ലാം അവർ ദൈവത്തിൽ സ്തോത്രം പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരായി വളർന്ന് അവർ എല്ലാവരും ആത്മീകരായി മാറണമെന്ന് പൗലോസ് എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. അതുകൊണ്ട് ആത്മീകൻ്റെ പ്രത്യേകതകളാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്താണ്? ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നവനാകും. അപ്പോൾ നമ്മൾ വിവേചിക്കണം. നമ്മളൊരു ദൂത് കേൾക്കുമ്പോൾ, ഒരു ദൈവവചനം കേൾക്കുമ്പോൾ, ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ഇത് ദൈവത്തിൻ്റെ ആലോചനയാണോ, ഇത് ദൈവഹിതമാണോ, ഇത് എന്നെക്കുറിച്ചുള്ള ആലോചനയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വിവേചിക്കണം. ചിലരുണ്ട് കേൾക്കുന്നതെല്ലാം ആർക്കാണ്? എനിക്കാണ്. ഈ ദൂത് എനിക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അങ്ങ് ഏറ്റെടുക്കും. പിന്നെ കരച്ചിൽ വിളിയുക. ഹലോ, സ്തോത്രം. ആത്മീകൻ സകലത്തെ വിവേചിക്കും. ഒന്ന് വിവേചിച്ച് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കുള്ള ദൈവശബ്ദം, എനിക്കുള്ള ദൈവശബ്ദം, ദൈവശബ്ദം നമ്മോട് സംസാരിക്കുമ്പോൾ എനിക്കുള്ളതല്ല, ഇത് ഈ അടുത്തിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുകയല്ല. കർത്താവ് എന്നോട് വാസ്തവമായി സംസാരിച്ചാൽ അത് ഞാൻ കേൾക്കുക മാത്രമല്ല, അതെൻ്റെ ജീവിതത്തിൽ അനുസരിപ്പാൻ ഒരു ആത്മീകൻ തയ്യാറാകും. സ്തോത്രം. ഇന്ന് പകല് പ്രിയ ദൈവമക്കളെ, ഒരു ആത്മീക സഭയായി ദൈവം നമ്മുടെ സഭയെ പണിതിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് ചിലത് സംസാരിപ്പാനുണ്ട്. ദൈവത്തിന് ആത്മാവിന് നമ്മോട് ചിലത് ഇടപെടുവാനുണ്ട്. പത്രോസ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശബ്ദം അവൻ അനുസരിച്ചപ്പോൾ, അവൻ കേൾക്കുക മാത്രമല്ല അതനുസരിപ്പാൻ തയ്യാറായപ്പോൾ ചില അത്ഭുതങ്ങൾ കണ്ടെങ്കിൽ, മോശ ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല അതനുസരിപ്പാൻ തയ്യാറായപ്പോൾ ചില അത്ഭുതങ്ങൾ കണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നാം ദൈവശബ്ദം കേട്ട് അതനുസരിപ്പാൻ തയ്യാറായാൽ ചില ദൈവ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദർശിപ്പാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തന്നെത്താൻ ത്യജിച്ച്, എന്താ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ? നിഷേധിക്കുക, ഡിനായ് ഹിംസെൽഫ്. നിഷേധിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ആരെങ്കിലും നമ്മളൊരു ഓഫർ തന്നാൽ, അല്ലേ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യുകയാണത്? വേണ്ട എന്ന് പറയുക, നിഷേധിക്കുക. അപ്പോൾ നമ്മെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ? തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ, ഹലോ, പോയി ആത്മഹത്യ ചെയ്യാനാണോ? സ്തോത്രം. നമ്മുടെ ഇഷ്ടം നമ്മൾ പാടാറില്ലേ? നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ. ഇപ്പോൾ കർത്താവിൻ്റെ സംഗീതം നമ്മൾ പാടും, പക്ഷേ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ നമ്മൾ ദൈവത്തെ അനുസരിക്കാറുണ്ടോ? ഹല്ലേലൂയ. നോക്കുക, ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്തോത്രം ചിന്തകൾ, നമുക്ക് പ്രാധാന്യം തോന്നുന്ന പലതും നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ സ്തോത്രം കർത്താവിനെ ആരാധിപ്പാനായിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോഴാണ് സ്തോത്രം ഒരു 500 രൂപ കിട്ടുന്നൊരു കേസ് വന്നത്. നമ്മളെന്താ എങ്ങോട്ട് പോകും? ആരാധിക്കാൻ പോകും, 500 രൂപ കിട്ടുന്ന സ്ഥലത്ത് പോകും. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ, നമ്മുടെ ഈ ജഡത്തിന് വേണ്ടുന്ന സുഖങ്ങൾ. സ്തോത്രം നോക്കണം, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, മോശയെക്കുറിച്ച് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാട്ടിലും
പിന്നെ ദൈവജനത്തോടുള്ള കഷ്ടത വലിയ ധനമെന്നെണ്ണിയെന്ന. പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട, ദൈവജനത്തിൻ്റെ കഷ്ടം മതി. പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട, ദൈവജനത്തിൻ്റെ കഷ്ടം മതി. മിശ്രമീം നിക്ഷേപ വസ്തുക്കളെക്കാളും, മിശ്രമീം നിക്ഷേപ വസ്തുക്കളെക്കാളും ക്രിസ്തുവിൻ നിന്നയെ സമ്പത്തെന്നെണ്ണുന്ന ഭക്തരിൻ വിശ്വാസജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം